അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഒരു പുരോഹിതന് വേണ്ടി സാധാരണ ജനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു പുരോഹിതന് വേണ്ടി സാധാരണ ജനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി ആ പുരോഹിതനെ സ്നേഹിക്കുക. എല്ലാവരും കല്ലെറിയാനും സംശയത്തിൻ്റെ ദൃഷ്ടിയോടെ വീക്ഷിക്കാനും വ്യഗ്രതപ്പെടുന്ന ഒരു ലോകത്ത് പുരോഹിതന്മാർ ഒറ്റപ്പെട്ടു പോകാനും തെറ്റിദ്ധരിക്കപ്പെടാനും ഒത്തിരി സാധ്യതകളുണ്ട്. അവരും മനുഷ്യരാണ് എന്നുള്ള ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അവർ സാധാരണഗതിയിൽ വീട്ടിൽ കുടുംബജീവിതം നയിക്കുന്ന ഒരാളെ കുറ്റം പറഞ്ഞാൽ, അപ്പനെ കുറ്റം പറഞ്ഞാൽ മക്കൾ ചോദിക്കാൻ ചെയ്യും, മക്കളെ കുറ്റം പറഞ്ഞാൽ മാതാപിതാക്കൾ ചോദിക്കും. അതൊന്നുമില്ലാതെ നമുക്ക് വേണ്ടി ജീവിതം നയിക്കുന്ന വൈദികരെ കുറച്ചുകൂടി കരുതലോടെ കരുണയോടെ മനസ്സിലാക്കാനുള്ള ഒരു സ്നേഹം ദൈവജനത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നാണ് എനിക്ക് അതേക്കുറിച്ച് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമതായി നമുക്ക് ചെയ്യാവുന്ന ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ വൈദികർ വിശുദ്ധരായി ജീവിക്കുവാൻ, അവർ പിശാചിൻ്റെ കെണികളിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാന കഴിയുമ്പോൾ വൈദികർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന മനസ്സിരുത്തി എല്ലാ വിശ്വാസികളും ചൊല്ലുന്നത് വളരെ നല്ലതാണ്. അത് വൈദികരെ ബലപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ വൈദികരുടെ കുറവുകൾ കാണുമ്പോൾ നമ്മൾ അവരോട് തന്നെ പറയുക. ആദ്യം അവരുടെ തന്നെ ശ്രദ്ധപ്പെടുത്താൻ ശ്രമിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നേരിട്ട് ചെന്ന് പറയാൻ നമുക്ക് സാഹചര്യമില്ല, അതിനുള്ള എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കത്തെഴുതാം. ഇന്ന ഇന്ന വീഴ്ചകൾ അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കാണുന്നുണ്ട്, അത് ശ്രദ്ധിക്കുമല്ലോ, തിരുത്തുമല്ലോ എന്ന് പറഞ്ഞെഴുതി. അല്ലെങ്കിൽ ഈ രൂപതയിൽ ഒരു കംപ്ലൈൻറ്റ് ബോക്സ് ഇടവുകളിൽ വയ്ക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതായത് ദൈവജനത്തിന് എന്തെങ്കിലും ആവശ്യങ്ങളോ പരാതികളോ ഉണ്ട് എങ്കിൽ അത് ആ ബോക്സിനകത്ത് എഴുതിയിടുക. വികാരിയച്ഛൻ അത് തുറക്കുകയും വായിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പേര് പോലും എഴുതണമെന്നില്ല. അപ്പോൾ ഇനി കൃത്യമായ മറുപടിയോ നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു കാര്യം നടത്തി കിട്ടാനാണ് നിങ്ങളുടെ പേരെഴുതാതെ എന്താണെന്ന് അത് മനസ്സിലാക്കാൻ പറ്റിയല്ല. അതേസമയം പൊതുവായ ചില തിരുത്തലുകളാണ് ആ രീതിയിൽ എഴുതും. വൈദികരുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തുക. അവരെക്കുറിച്ച് എന്തെങ്കിലുമുള്ള ദോഷങ്ങളുണ്ട് എങ്കിൽ അവരുടെ ഭാഗം പറയുന്നത് കേൾക്കാനുള്ള മനസ്സൂടെ കാണിക്കും. ഇന്ന കാരണത്താലാണ് ഇന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചത് എന്ന് അവർക്ക് അവരുടേതായൊരു ഭാഗം പറയാനുണ്ട്. അത് പറയാൻ അവസരം കൊടുക്കാതെയുള്ള അക്രമങ്ങൾ സാമാന്യനീതിയുടെ ലംഘനമാണ് എന്നുള്ളതുകൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി വൈദികരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടും തിരുത്താത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സഭയിൽ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽ അത് പെടുത്തുക. ആ വഴിക്ക് അദ്ദേഹത്തിന് ഗുരുതരമായ വീഴ്ചകളിൽ ചെന്നുപെടാതെ അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് എങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ആ വിഷയത്തെ സമീപിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ളതും സത്യമാണ്.